كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ബഹുമാന്യരായ സ്റ്റേജിൽ ഭൂഷണനായ സുഹൃത്തും പണ്ഡിതനുമായ മുഹമ്മദ് മൗലവി, മറ്റു സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലും ഇവിടെ പറയുന്നതും കേൾക്കുന്നതും നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭവങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് അവസരം ഉണ്ടാക്കിയ പ്രത്യേകിച്ചും ഈ കുടുംബനാഥൻ, ഈ വീട്ടുകാരനും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു സദസ്സിലേക്ക് ആളുകളെ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച മറ്റ് സുഹൃത്തുക്കൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ സ്വാഗത സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഭൗതികമായ ദുനിയാവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആളുകൾ മുഴുകിയിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ അതിനു വേണ്ടി മൈക്ക് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നാളെ പരലോകത്ത് നമ്മുടെ ഭാഗതയെ നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായിക്കൊണ്ട് ഏതാനും ചില സമയങ്ങൾ, സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം തന്നെ ഇവിടെ പറയുന്നവരും കേൾക്കുന്നവരും ഇതിന്റെ സംഘാടകരുമായ എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരന്മാർ, ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. ഓരോ ദിവസങ്ങളിലെയും പത്രകോളങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രയെത്ര മരണവാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിനും നാട്ടിനും ആവശ്യമുള്ള എല്ലാ വിധത്തിലും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ള അനേകം ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. സമ്പത്തുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്, അധികാരമുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ പ്രൗഢിയും പ്രതാപവുമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലുള്ള നമ്മുടെ ശ്രമങ്ങളും പ്രയത്നങ്ങളും ഈ ദുനിയാവിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല. മറിച്ച് ദുനിയാവിലുള്ള ഓട്ടത്തിനിടയിലായിരിക്കാം ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മെ തിരിച്ചു വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അധികമായിക്കൊണ്ട് ഓർമ്മിക്കാൻ പറഞ്ഞ, അധികമായിക്കൊണ്ട് ആലോചിക്കണമെന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഈ ദുനിയാവിൽ നിന്നുള്ള വേർപാട്. മനുഷ്യരെ, നിങ്ങൾ എല്ലാവിധ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ കൂടുതലായി ഓർക്കണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മരണമുണ്ട്. മരണം എന്നുള്ളത് ജീവിതത്തിന്റെ ഒടുക്കമല്ല. മരണം എന്നുള്ളത് യഥാർത്ഥ ജീവിതത്തിന്റെ, മരണമില്ലാത്ത ജീവിതത്തിന്റെ തുടക്കം. അതാണ് മരണത്തോടുകൂടി സംഭവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനായിരുന്നു 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചുകൊണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വിശ്വാസപരമായ കാര്യങ്ങളെയും കർമ്മപരമായ കാര്യങ്ങളെയും സ്വഭാവ ആചാര മര്യാദകളെയുമാണ് പ്രവാചകന്മാരെല്ലാം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകത്വം അവസാനിച്ചിരിക്കുന്നു. ഇനി ലോകത്തെ ഒരു പ്രവാചകൻ വരില്ല, ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരികയില്ല എന്നുള്ളത് ഖുർആനിന്റെയും ഹദീസുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം, ഇവിടെ നടക്കുന്ന സംസാരം നിങ്ങളെ ഖുർആനിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ഖുർആനിന്റെ വിവരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആചാരങ്ങളിലേക്ക്, ആരാധനകളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, സ്വഭാവ മഹിമയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഭൗതികമായ യാതൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗത്തുള്ള സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്തുള്ള ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിയത്. ആ ആയത്തിന്റെ അർത്ഥം പണ്ട് കാലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമുക്ക് അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന ഒരു ചിന്തയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിലൂടെ ഈ മലയാളക്കരയിലേക്ക് ഖുർആനിന്റെ ആശയം എത്തിച്ചുകൊണ്ടിരുന്നു. ആദ്യകാലത്ത് അതെല്ലാം തന്നെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് അതിനെല്ലാം തന്നെ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. സംഘടിതമായിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് സംഘടനകൾ ഇന്നുണ്ട്. പക്ഷെ ആദ്യമായി ഉണ്ടാക്കിയ സംഘടന ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് സലഫി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയായി അറിയപ്പെടുന്ന സംഘടനയാണ് കേരളത്തിൽ ഒന്നാമതായി കൊണ്ട് രൂപീകൃതമായ സംഘടന. ഒന്നാമതായി രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടനയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണ പരിചയപ്പെടുത്താറുള്ളത് മുജാഹിദുകൾ പുത്തൻ പ്രസ്ഥാനമാണ്, പുതിയ ആളുകളാണ്, അതുകൊണ്ട് അത് കേൾക്കാൻ പാടില്ല, അതൊരിക്കലും തന്നെ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വഴിയോരങ്ങളിലെല്ലാം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ 100ാം വാർഷികം ഇതാ 2026 ഫെബ്രുവരി മാസത്തിൽ നടക്കുകയാണ്. 100 വർഷമാകുന്നേയുള്ളൂ. കാരണം 1926 സമസ്ത ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് സമസ്തയാണ് യഥാർത്ഥ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ആ സമസ്ത രൂപീകരിച്ചിട്ട് 100 കൊല്ലം ആയിട്ടില്ല. അതിനേക്കാൾ 2 കൊല്ലം അധികമാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന കേരളത്തിൽ രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന, അതായത് ഈ ഒരു പ്രസ്ഥാനം ഒരിക്കലും തന്നെ പുതിയതല്ല. ഇങ്ങനെ നോക്കുമ്പോൾ പുതിയ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സമസ്തയേക്കാൾ പഴക്കമുള്ള പ്രസ്ഥാനമാണ്. നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു പ്രഭാഷണ പരിപാടിയിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യമായി ഉണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടനയാണ് ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച വിഷയം,
അതായത് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കരുത്, ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും പഠിക്കേണ്ടതില്ല എന്ന് എഴുതിയ പുസ്തകം സമസ്തയുടെ 40ാം വാർഷിക സമ്മേളനം 986 40ാം വാർഷിക സമ്മേളനം നടന്നപ്പോൾ അന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും സാധാരണക്കാരായ ആളുകൾ പഠിക്കേണ്ടതില്ല. ഖുർആൻ നിങ്ങൾ പഠിക്കരുത് എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇന്നതിന് മാറ്റം വന്നു. നമ്മുടെ അടുത്ത പ്രദേശമായ കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ എന്ന് മരണപ്പെട്ടു പോയ സുന്നി പണ്ഡിതൻ തന്നെ ഖുർആനിന്റെ പരിഭാഷ ഇറക്കി. ആ പരിഭാഷ എടുത്ത് നിങ്ങൾ വായിക്കുക. ആ പരിഭാഷയില് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്തുള്ള ആയത്തിൽ എന്താണ് പറയുന്നത്? ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ومن الناس മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകളുണ്ട് യഖൂലു അവർ പറയും ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ് എന്നവർ പറയും. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവരൊന്നും മുഅ്മിനുകളല്ല. ഈ വാചകം എന്റെ വാക്കല്ല, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥമായിക്കൊണ്ട് കേരളത്തിൽ വിരചിതമായിട്ടുള്ള ഏതൊക്കെ സംഘടനകൾ ഇറക്കിയ ഖുർആൻ പരിഭാഷയുണ്ടോ ആ പരിഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഭയപ്പെടുക, പേടിക്കുക. കാരണം അല്ലാഹു പറയുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ഞങ്ങൾ അല്ലാഹു വിശ്വാസമുള്ളവരാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ് എന്നവർ പറയും. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവരൊന്നും മുഅ്മിനുകളല്ല. അവരാരാണ്, ഏത് നാട്ടുകാരാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അവർ ഏത് ഭാഷ സംസാരിക്കുന്നവരാണ് എന്ന് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരെയാണത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമായിരുന്നു. പക്ഷേ റബ്ബിന്റെ കലാമായ ഫുർഖാനുൽ അദീം എന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ഈ വിഭാഗത്തിലാകരുത് എന്നാണ്. അതായത് ഞങ്ങൾ അല്ലാഹു വിശ്വാസമുള്ളവരാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ് എന്ന് പറയും. പക്ഷെ അവരൊന്നും മുഅ്മിനുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം, ആ ജീവിതം കൃത്യമായി കൊണ്ട് ഖുർആനിനനുസരിച്ച് കൊണ്ടാകണം. നമ്മുടെ ജീവിതം കൃത്യമായി കൊണ്ട് ഖുർആനിന് അനുസൃതമായ വിശ്വാസം നമ്മിലുണ്ടാകണം, ഖുർആനിന് അനുസൃതമായ ആചാരങ്ങൾ ഉണ്ടാകണം, ഖുർആനിൽ അറിയിച്ചതനുസരിച്ച് കൊണ്ടുള്ള ഇബാദത്തുകളായിരിക്കണം നമ്മിലുണ്ടാകേണ്ടത്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ഇവിടെ കൃത്യമായും ഒരു സംഘടനയില്ല എന്ന് നമുക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ സംഘടനയുടെ പ്രസിഡന്റോ അധ്യക്ഷനോ ആയിക്കൊണ്ട് പ്രവാചകനോ സ്വഹാബികളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ ആ സ്വഹാബികളോടൊപ്പം ജീവിച്ച് എങ്ങനെയാണ് ദീന് എന്നുള്ളത് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് അവർ ഉൾക്കൊള്ളേണ്ട വിശ്വാസം എന്നുള്ളത് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ സ്വഭാവ മര്യാദകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഇനി അധിക കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് കൈമാറിയത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനും അതിന്റെ വിവരണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും അത് രണ്ടുമാണ് അല്ലാഹുവിന്റെ റസൂല് മുസ്ലിം ഉമ്മത്തിനായി കൈമാറിയത്. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ ലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും തന്നെ വഴിതെറ്റി പോകുകയില്ല. നിങ്ങൾ ഒരിക്കലും തന്നെ വഴിതെറ്റി പോകുകയില്ല. ആ രണ്ട് കാര്യങ്ങൾ അതായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ ഒന്ന് ഫുർഖാനുൽ അദീം, പരിശുദ്ധ ഖുർആൻ. രണ്ട്, ആ ഖുർആനിന്റെ വിവരണമായിക്കൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത്. അത് രണ്ടുമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കാരണം മുസ്ലിം ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം വിവിധങ്ങളായ കക്ഷികളായി തിരിഞ്ഞിട്ടുണ്ട്. പലരും പല ആചാരങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ സ്വഹാബാക്കിറാം റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം, എങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നായിരുന്നു. ഖുർആനും ആ കാര്യത്തിൽ നമ്മോട് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, വല്ല വിഷയത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അല്ലാഹുവിന്റെ കിതാബിൽ അതുണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ അതുണ്ടോ എന്ന് പരിശോധിക്കുക. ആ രണ്ട് കാര്യങ്ങൾ ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇല്ല എങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഓരോ നബിമാരുടെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് വഫാത്താകുന്ന സമയത്ത് വിശ്വാസികളായ ആളുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു വലിയ തൂഫാനിലൂടെ, വലിയ ജലപ്രളയത്തിലൂടെ വിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും മുക്കി നശിപ്പിച്ച കഥ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നൂഹ് നബി വഫാത്താകുമ്പോൾ വിശ്വാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അടുത്ത പ്രവാചകന്റെ ഊഴം വരുമ്പോൾ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഊഴം വന്നപ്പോൾ, അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു ഉപ്പയുടെ മകനായി ജനിക്കാൻ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സാധിച്ചില്ല. കാരണം ജനങ്ങളിലേക്ക് പിശാചിന്റെ പ്രവർത്തനം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്ന അവ്വലുർ റസൂൽ, ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് ജനങ്ങളെ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു ഉപ്പയുടെ മകനായി ജനിക്കാൻ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സാധിച്ചില്ല. എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ വിശ്വാസികൾ മാത്രമല്ല ലോകത്തുള്ളത്. വിശ്വാസികളായ മുഅ്മിനുകളായ ആളുകളുണ്ട്, മുനാഫിക്കുകളായ ആളുകളുണ്ടായിരുന്നു, കാഫറുകളായ ആളുകളുണ്ടായിരുന്നു, മുശ്രിക്കുകളും മുർത്തദ്ദുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ജനതയ്ക്കിടയിൽ നിന്നാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഉമ്മത്തിൽ പലതരത്തിലുള്ള പിശാചിന്റെ പ്രവർത്തനങ്ങൾ കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഫമൻ യഈശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ യഈശ് മിൻകും ബഅദി, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ ആയിരിക്കണം മുറുകെ പിടിക്കേണ്ടത്. ആ സുന്നത്തിനെ കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്റെ ശേഷം കടന്നു വരുന്ന ഖുലഫാഉർ റാഷിദുകൾ അവര് നിങ്ങൾക്ക് അതിനുള്ള മാർഗം കാണിച്ചു തരും. അതായിരിക്കണം നിങ്ങൾ പിന്തുടരേണ്ടത്. അപ്പൊ സഹോദരങ്ങളെ, മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ് എന്നൊക്കെ പറയും. പക്ഷെ അവരൊന്നും മുഅ്മിനുകളല്ല. അതുകൊണ്ട് നമുക്ക് മുഅ്മിനുകളാകണം. ആ മുഅ്മിനുകളാകാനുള്ള മാർഗം എന്താണ്? ഖുർആനും ഹദീസുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിനെന്താ വേണ്ടത്? അത് പറയുന്ന
സദസ്സുകൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാകണം. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. ഖുർആനിന്റെ ആയത്താണ്, ഏതെങ്കിലും മറ്റേതെങ്കിലും പുസ്തകത്തിലുള്ള വാചകമല്ല. എന്താ പറയുന്നത്? ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷം അറിയിക്കുക. നമ്മളൊക്കെയും അല്ലാഹുവിന്റെ അടിമകളാണ്, അല്ലാഹുവിന്റെ അടിയാറുകളാണ്, അല്ലാഹുവിന്റെ അടിയാത്തികളാണ്. ആ നിലക്കാണ് ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരും. അവനോടായിക്കൊണ്ട് ഖുർആൻ പറയുന്നതാണ്, ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷം അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല, എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുക, എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരാരുണ്ടോ അവർക്ക് സന്തോഷം അറിയിക്കുക. കേൾക്കരുത് എന്നല്ല പറയുന്നത്, നിങ്ങളെല്ലാം കേൾക്കണം. കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഈമാൻ ചോർന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാം കേൾക്കണം എന്നാണ്. എല്ലാം കേൾക്കുക, എന്നിട്ട് ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലത് പിൻപറ്റുക. എന്നാൽ ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് ഹിദായത്ത് ലഭിക്കുക, അവർക്കാണ് ഹിദായത്ത് ലഭിക്കുക. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ള ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി ആരുടെയെങ്കിലും വാക്കുകൾക്ക് ചോട്ടിൽ പണയം വെക്കാൻ പാടില്ല. ബുദ്ധിയുള്ള ആളുകളുടെ രണ്ടടയാളം നമ്മൾ പറഞ്ഞു. എന്താണ്? എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക. അവരാണ് ബുദ്ധിയുള്ളവർ, അവർക്ക് ഹിദായത്ത് കിട്ടുകയുള്ളൂ, അവർക്കാണ് ഹിദായത്ത് കിട്ടുക. കാരണം ഈ ഖുർആൻ, ആ ഖുർആൻ മനുഷ്യന്റെ മനസ്സുകൾക്ക് കൃത്യമായി വെളിച്ചം നൽകുന്നതാണ്. അറേബ്യയിലെ ചട്ടമ്പിയായി നടന്നിരുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ ഖുർആനിന്റെ ചില ആയത്തുകൾ കേൾക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ പ്രവാചകന്റെ അടുക്കൽ വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായ കഥ അറിയാത്തവർ മുസ്ലിങ്ങളിൽ ആരും ഉണ്ടാവുകയില്ല. അതുവരെ അറേബ്യയിലെ പോക്കിരിയായിരുന്നു, അറേബ്യയിലെ ചട്ടമ്പിയായിരുന്നു. പക്ഷെ ഖുർആൻ കേട്ടപ്പോൾ കല്ലുപോലെ കടുത്ത മനസ്സിന്റെ ഉടമയായിരുന്ന അദ്ദേഹം വെണ്ണ പോലെ ലോലമായ മനസ്സിന്റെ ഉടമയായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ കേൾക്കുക. ആരുടെ ഖുർആൻ ക്ലാസ് ഉണ്ടോ നിങ്ങൾ അത് കേൾക്കുക. കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നിഷ്കാലുകൾ വരികയാണെങ്കിൽ ഖുർആൻ നമ്മോട് പറയുന്നു, ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്ത വിഷയം കടന്നു വരികയാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. ഇതാണ് നല്ല ലക്ഷണമായി കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പുത്തൻവാദികളാണ്, അവർ ദുആയില്ലാത്തവരാണ്, അവർ സ്വലാത്തില്ലാത്തവരാണ്, അവർ ഖബർ സിയാറത്തില്ലാത്തവരാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് നുണകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ദുആയില്ലാത്തവരാണ് എന്ന് പറയാനുള്ള കാരണം? എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വിഷയമാണ് സാധാരണ പറയാറുള്ളത്. നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ പള്ളികളിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരം, ആ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ ദുആയില്ലല്ലോ, കണ്ണിന കൂട്ടരെ ദുആയില്ലാത്തവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും കുറെ അറബി വാക്യങ്ങൾ ഇബാറത്തുകൾ വായിച്ചാൽ ഒരുപക്ഷെ സാധാരണക്കാരായ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ദുആ എടുക്കാത്തത്, കൂട്ടുപ്രാർത്ഥന നടത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിന്ന് നമസ്കരിച്ച ലക്ഷക്കണക്കിന് വഖത്ത് നമസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരിക്കലെങ്കിലും പ്രവാചകൻ ദുആ ചെയ്യുകയും സ്വഹാബികൾ ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായതായി രേഖയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലമ
ലം യഖുദ് ഇല്ലാ ബിഖദാറ اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. നബി സലാം വീട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്ക് പറയുന്ന അത്ര സമയം മാത്രമേ അവിടെ ഇരിക്കാറുള്ളൂ. ആരാത് പറഞ്ഞത്? ഖുർആൻ കഴിഞ്ഞാൽ ഖുർആനിൽ സലാം വീട്ടിയാൽ എന്തു ചെയ്യണമെന്ന് പറയുന്നില്ല. ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഏറ്റവും പ്രബലമായ ഗ്രന്ഥം ഏതാണ്? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി തആല അസ്സഹീഹുൽ ബുഖാരി. അസഹുൽ കുതുബ് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ബഅദ കിതാബില്ലാഹി തആല അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയിലാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അതേ ഇരിപ്പിൽ ലം യഖുദ് ഇല്ലാ ബിഖദാറ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത്രയും പറയുന്ന സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കാറുള്ളത്. ഈ കാര്യം നമുക്ക് സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബുകാരാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിൽ പോലും പൊന്നാനിയിൽ അത്രയും അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ വളരെ പ്രബലമായ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നിടത്ത് നമസ്കാരത്തിന് ശേഷം എന്താ ചെയ്യേണ്ടത്? അവിടെ മഅ്മൂമുകൾക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തണം എന്നല്ല സൈനുദ്ദീൻ മഖ്ദൂം, പൊന്നാനിയിലുള്ള മുജാഹിദ് പണ്ഡിതനല്ല. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്, അദ്ദേഹം പറയുന്നത് അമൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ അല്ലദീ ഹുവ അഫ്ളലു ലഹു. അമൽ ഇമാം, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇദാ തറക്കൽ ഖിയാമ അവിടുന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ, നമസ്കരിച്ചതിന് ശേഷം അവിടുന്ന് എഴുന്നേറ്റ് മാറിയിരിക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ സുമ്മൽ അഫ്ളലു, പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ജഅലുൽ യമീന ഇലൽ മഅ്മൂമീൻ വൽ യസാറ ഇലൽ ഖിബ്ല. വലതു ഭാഗം മഅ്മൂമുകൾക്കും ഇടതു ഭാഗം ഖിബ്ലക്കുമായി തിരിഞ്ഞിരിക്കണം. അവിടെയും കൂട്ടമായി നടത്തണം എന്ന് പറയുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് അവിടുന്ന് മാറിയിരിക്കലാണ്. അതാണ് ഫത്ഹുൽ മുഈന്റെ പരിഭാഷ. ഫത്ഹുൽ മുഈന്റെ പരിഭാഷയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ ജമാഅത്ത് നമസ്കാരത്തിന് പോയാൽ അവിടെ ഇമാമ് നിൽക്കുന്ന ഉസ്താദിനോട് നിങ്ങൾ ചോദിക്കുക, ഉസ്താദ് നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ. ഇല്ല, നമ്മൾ സുന്നികളാണ്, നമുക്ക് അങ്ങനെ വേണം എങ്കിൽ ഫത്ഹുൽ മുഈൻ ആരുടെ കിതാബാണ്? അത് സുന്നിയുടെ കിതാബാണോ വഹാബികളുടെ കിതാബാണോ എന്ന് ചോദിക്കുക. അത് സുന്നിയുടെ കിതാബാണ് എങ്കിൽ അതിന്റെ പരിഭാഷ ഉസ്താദിന്റെ അടുത്തുണ്ടോ? ആ മലയാള പരിഭാഷ നിങ്ങൾ എടുത്ത് വായിക്കുക. അതിന് നമുക്ക് ഈ പറയുന്ന കാര്യം കാണാൻ സാധിക്കും. നമസ്കാരത്തിൽ ഒരു സലാം വീട്ടിയാൽ ഇമാം അവിടുന്ന് മാറിപ്പോകണം എന്നുള്ളത്. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ പ്രായം ചെന്ന ആളുകൾ, തല നനച്ചിട്ടുള്ള ഒരു 60 വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള പത്ത് കിതാബ് എന്ന് പറയുന്ന ഒരു കിതാബ് നമുക്കറിയാം. പത്ത് കിതാബ് ഓതാത്തവർ അന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ആ പത്ത് കിതാബിലെ നൂറുൽ അബ്സാർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. 10 കിതാബ്, 11 കിതാബ്, അതിലെ നൂറുൽ അബ്സാർ. ആ നൂറുൽ അബ്സാറിൽ പറയുന്നു വയുഫാരിഖുൽ ഇമാമു മുസല്ലാഹു, വയുഫാരിഖുൽ ഇമാമു മുസല്ലാഹു. ഇമാം നമസ്കരിച്ചാൽ ആ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. അഖിബ ഫറാഗിഹി, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച ഉടനെ. ഇല്ലം യകുൻ സമ്മ നിസാഉൻ, ആ നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ഉടനെ ഇമാം എഴുന്നേറ്റ് പോകണം. പത്ത് കിതാബിന്റെ മലയാള പരിഭാഷ ചങ്ങനകുളം ബുക്ക് സ്റ്റാൾ ഉണ്ടെങ്കിൽ അവിടെ കാണുന്നെങ്കിൽ ഇതാ മാറുതി പുത്തമ്പള്ളിയുടെ അടുത്ത് ഞാൻ അവിടെ നിന്നാണ് പല പത്ത് കിതാബിന്റെ പരിഭാഷകളിലും ഇത് കൊണ്ടുപോയി നോക്കിയെടുത്തിട്ടുള്ളത്. ആ പത്ത് കിതാബിന്റെ മലയാള പരിഭാഷ നിങ്ങളെടുത്ത് വായിക്കുക.
ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എല്ലാം കേൾക്കുക, ചിന്തിക്കുക. അതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ആരുടെയെങ്കിലും ഈമാൻ തട്ടിക്കളയുവാൻ വേണ്ടിയല്ല, ഈമാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഈമാനുള്ളവരായി മാറാൻ കഴിയില്ല. ഞാൻ ഓതിയായത്ത് ഒന്നുകൂടി പറയുകയാണ്. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ് എന്ന് പറയും. പക്ഷെ വമാഹും ബിമുഅ്മിനീൻ, അവരൊന്നും മുഅ്മിനുകളല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കണം. ആ മുഅ്മിനുകളായി ജീവിക്കാനുള്ള രണ്ടേ രണ്ട് ഉപാധി എന്താണ്? നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. മുജാഹിദുകളുടെ മാത്രം പ്രാർത്ഥനയല്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ സുന്നി ഉസ്താദുമാരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹീനാ അലൽ കിതാബി വസ്സുന്ന. അല്ലാഹുവേ, നീ ഞങ്ങളെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിപ്പിക്കണമേ. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. യഥാർത്ഥ മുഅ്മിനുകളായി എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പരലോകം അത് നഷ്ടപ്പെട്ടു പോകരുത്. ആ പരലോകം അവിടെ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ എത്തി ഒന്ന് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുകയില്ല. വേറെ ഏത് പരീക്ഷയാണെങ്കിലും മക്കളോട് നമ്മൾ പറയാറുണ്ട്, പരീക്ഷയിൽ ഒരു പേപ്പർ പോയി, സാരല്ലടാ, അടുത്ത സെപ്റ്റംബറിൽ എഴുതാം, അടുത്ത മാർച്ചിൽ വീണ്ടും എഴുതാം. പക്ഷേ പരലോകം എന്നുള്ളത് ഒരു രണ്ടാം ചാൻസ് ഇല്ലാത്ത ഒരു ലോകമാണ്. അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ജീവിതം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചാണ് എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളുണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ ഏറെ ശ്രദ്ധിച്ച് പഠിക്കുക. അതല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. അബൂജഹലും അബൂലഹബും പറഞ്ഞ വാക്കുണ്ട് ഖുർആനിൽ. അള്ളാഹു അത് എടുത്ത് നമ്മോട് പറയുകയാണ്. എന്താണ് അബൂലഹബും അബൂജഹലും പറഞ്ഞത്? ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടു പോകരുത്. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടു പോകരുത്. വൽഗൗ ഫീഹി, നിങ്ങൾ ബഹളം ഉണ്ടാക്കണം. പണ്ട് കാലത്ത് അതായിരുന്നു, എവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കുക. ഖുർആൻ പറയുന്നു ഇത് പണ്ടുള്ളവരുടെ ആ വാക്കാണ്, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതാണ് എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, നാളെ പരലോകത്ത് അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ആരും പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഈമാൻ ഉറപ്പിക്കുക. എന്നാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടി വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാണ് നമ്മൾ കണ്ണടക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിന്റെ മുമ്പായിക്കൊണ്ട് കൃത്യമായ ഈമാനിന്റെ ഉടമകളായിക്കൊണ്ട് കൃത്യമായ അമൽ സ്വാലിഹാത്ത്, കൃത്യമായ ആരാധനകൾ, കൃത്യമായ സുന്നത്ത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൈയൊഴിച്ച് നല്ല മാർഗത്തിലൂടെ ജീവിച്ചു മരിക്കുവാൻ അല്ലാഹു നമുക്ക് അതിനെ അനുഗ്രഹം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين وصلى الله وسلم على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله.